ഞാനൊരു ടീച്ചറായിരുന്നു. പ്രൈവറ്റ് സ്കൂളില് ഇംഗ്ലീഷ് ആയിരുന്നു എന്റെ സബ്ജക്ട്. ഞാൻ വരയ്ക്കുമായിരുന്നു പണ്ട് തൊട്ട് തന്നെ. ഉം. അതിന്റെ ഇടയിൽ കുടുംബം, പ്രാരാബ്ദം ഒക്കെ വന്നപ്പോ പിന്നെ എനിക്കത് പറ്റാത്ത അവസ്ഥയിലായി. അതിന്റെ ഇടയിൽ കൂടെ ജോലിയും കൂടി തീരെ സമയമില്ല ഉണ്ടായി. ഉം. പിന്നെയും ഇടയ്ക്കൊക്കെ വല്ലതൊക്കെ കാണുമ്പോൾ വരയ്ക്കും, അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ജേണി ഉണ്ടായിരുന്നില്ല അതില്. പിന്നെ ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് വിചാരിച്ചു, എന്തായാലും എനിക്ക് വരയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാണുമ്പോഴൊക്കെ ഓരോന്നും കാണുമ്പോ എനിക്ക് വരയ്ക്കണം എന്നുള്ള ഫീലിംഗ് തന്നെയാണ് മനസ്സിൽ. ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ജോയിൻ ചെയ്യാം, എനിക്ക് നന്നായി വരയ്ക്കാൻ കഴിയണം, അങ്ങനെ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ പ്രതീക്ഷകളോട് കൂടിയിരുന്നല്ല ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായി. നമുക്ക് ആ ക്രിയേറ്റിവിറ്റി ആൻഡ് നമ്മുടെ CWS ഉം. അത് ശരിക്കും എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായി. ഞാൻ സ്കൂളിൽ പോകുമ്പോ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ശരി, ഞാൻ അത് വെച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പക്ഷെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ഉഴപ്പി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയായിരുന്നു എന്റെ ലൈഫ്. എന്ന് വെച്ചാൽ കുട്ടികൾ രണ്ടുപേരും വലുതായി. അപ്പൊ പിന്നെ അവരുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ പതുക്കെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. അപ്പൊ നമുക്കൊരു ടൈം ടേബിൾ ഇല്ലാത്ത അവസ്ഥ ഉം. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി എനിക്ക് കൃത്യമായൊരു ടൈം ടേബിൾ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണം എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, സമയത്തിന്റെ ബുദ്ധിമുട്ടില്ല എനിക്ക്. ഉം. അതൊക്കെ ഇതിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. എനിക്ക് നന്നായി വരയ്ക്കാൻ പറ്റുന്നുണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഏത് ചിത്രം കണ്ടാലും എനിക്ക് വരയ്ക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് കൂടിയതിനു ശേഷം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. നമ്മൾ ഓരോ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോഴും അവിടെ നിന്നുള്ള റെസ്പോൺസ്, എല്ലാവരും അത് കാണുന്നുണ്ട്, നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ചേരുമ്പോ. ഉം. ഇതൊന്നും നമുക്ക് അറിയില്ല, അങ്ങനെ ഒരു പ്രതീക്ഷകളില്ല. വരയ്ക്കാം, ക്ലാസ് കാണാം, കേൾക്കാം, വരയ്ക്കാം, അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനൊക്കെ വിട്ടൊരു ഫാമിലി ഫീല് വന്നു. ഇവര് തമ്മിൽ ഉള്ള അറ്റാച്ച്മെന്റ് കൂടി, നമ്മുടെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുതൽ തന്നെയാണ്. ഇപ്പൊ ഒരുപാട് പേര് കൂട്ടുകാരുണ്ട്. ഇപ്പൊ അതൊക്കെ ഇതിന് കിട്ടിയത് തന്നെയാണ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയായ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ജേണി അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ആർട്ടിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് എടുക്കുന്നത്, അവർ ഏതൊക്കെ പാത്തിലൂടെയാണ് കടന്നു പോയെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ പുതിയതായിട്ട് വരുന്ന മറ്റുള്ള സ്റ്റുഡൻസിന് ഇൻസ്പിറേഷനും കൂടിയാണ് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ. സോ വിജയകുമാരി മാമിനെ നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു. ആൻഡ് കൺഗ്രാജുലേഷൻ ഫോർ അച്ചീവിങ് ഹോൾ ഓഫ് ഫെയിം റിവാർഡ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എവിടെ നിന്ന് വരുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്റെ വീട് ആമ്പല്ലൂരാണ്, തൃശ്ശൂർ ആമ്പല്ലൂർ. വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള് പഠിക്കുകയാണ്. ഒരാള് PG കഴിഞ്ഞു, ഒരാള് ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും PGക്ക് ഇപ്പൊ അബ്രോഡാണ്. ഇപ്പൊ ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്. ഞാനൊരു ടീച്ചറായിരുന്നു. പ്രൈവറ്റ് സ്കൂളില് ഇംഗ്ലീഷ് ആയിരുന്നു എന്റെ സബ്ജക്ട്. അപ്പോ അത് മാനസികമായി വളരെയധികം സമ്മർദ്ദം തരുന്ന ജോലിയായിരുന്നു. അതിനുള്ള ഇൻകം നമുക്കില്ലായിരുന്നു. ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് സാറിന്റെ അടുത്ത് ഞാനിത് പരസ്യം കണ്ടിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെയും കുറച്ചും കൂടി ഞാൻ ചിന്തിക്കുന്നതായിരുന്നു, വേണോ വേണ്ടേ. ലാസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്ത് വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ എനിക്ക് വന്നത്. ഞാൻ വരയ്ക്കുമായിരുന്നു പണ്ട് തൊട്ട് തന്നെ. അതിന്റെ ഇടയിൽ കുടുംബം, പ്രാരാബ്ദം ഒക്കെ വന്നപ്പോ പിന്നെ എനിക്കത് പറ്റാത്ത അവസ്ഥയിലായി. അതിന്റെ ഇടയിൽ കൂടെ ജോലിയും കൂടി തീരെ സമയമില്ല ഉണ്ടായി. പിന്നെയും ഇടയ്ക്കൊക്കെ വല്ലതൊക്കെ കാണുമ്പോൾ വരയ്ക്കും, അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ജേണി ഉണ്ടായിരുന്നില്ല അതില്. പിന്നെ ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് വിചാരിച്ചു, എന്തായാലും എനിക്ക് വരയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാണുമ്പോഴൊക്കെ ഓരോന്നും കാണുമ്പോ എനിക്ക് വരയ്ക്കണം എന്നുള്ള ഫീലിംഗ് തന്നെയാണ് മനസ്സിൽ. ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ജോയിൻ ചെയ്യാം. കൂടുതൽ പ്രതീക്ഷകളോട് കൂടിയിരുന്നല്ല ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായി. നമുക്ക് ആ ക്രിയേറ്റിവിറ്റി ആൻഡ് നമ്മുടെ CWS അത് ശരിക്കും എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായി. ഞാൻ സ്കൂളിൽ പോകുമ്പോ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ശരി, ഞാൻ അത് വെച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പക്ഷെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ഉഴപ്പി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയായിരുന്നു എന്റെ ലൈഫ്. എന്ന് വെച്ചാൽ കുട്ടികൾ രണ്ടുപേരും വലുതായി. അപ്പൊ പിന്നെ അവരുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ പതുക്കെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. അപ്പൊ നമുക്കൊരു
ടൈം ടേബിൾ ഇല്ലാത്ത അവസ്ഥ. ഉം. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി എനിക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണം എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സമയത്തിന്റെ ബുദ്ധിമുട്ടില്ല. ഉം. അതൊക്കെ ഇതിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. പിന്നെ എനിക്ക് നന്നായി വരയ്ക്കാൻ പറ്റുന്നുണ്ട്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഏത് ചിത്രം കണ്ടാലും എനിക്ക് വരയ്ക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് കൂടിയതിനു ശേഷം തന്നെയാണ്. ഉം. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത 3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു എന്തൊക്കെ പറയും? ഒന്ന് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞത്. ഉം. ആ കൃത്യമായ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറഞ്ഞത്. ഉം. പിന്നെ നമ്മുടെ ഡ്രോയിങ് മാസ്റ്റർ ഉം. അതാണ് ഇത്രയ്ക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നത്. അതൊരു കൂട്ടായ പരിശ്രമമായിരുന്നു ശരിക്കും. നമ്മൾ തന്നെയല്ല, നമുക്ക് എന്തായാലും ചെയ്യണം, എന്തായാലും ഇത് ഫിനിഷ് ചെയ്യണം ഒരു തോന്നല് ആ ദിവസം തന്നെ ചെയ്യണം എന്നൊരു ഇത് ഒക്കെ വന്നത് അതിന് ശേഷം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. നമ്മൾ ഓരോ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോഴും അവിടെ നിന്നുള്ള റെസ്പോൺസ്, എല്ലാവരും അത് കാണുന്നുണ്ട്, നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ചേരുമ്പോ. ഉം. ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷകളില്ല. വരയ്ക്കാം, ക്ലാസ് കാണാം, കേൾക്കാം, വരയ്ക്കാം, അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ വിട്ടൊരു ഫാമിലി ഫീൽ വന്നു. ഇവര് തമ്മിൽ ഉള്ള അറ്റാച്ച്മെന്റ് കൂടി, നമ്മുടെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുതൽ തന്നെയാണ്. ഇപ്പൊ ഒരുപാട് പേര് കൂട്ടുകാരുണ്ട്. ഇപ്പൊ അതൊക്കെ ഇതിന് കിട്ടിയത് തന്നെയാണ്. ശരിക്കും നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ടല്ലോ. നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, റെക്കോർഡർ കോഴ്സുകളുണ്ട്, വീക്ക്ലി മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ ചലഞ്ച് ഉണ്ട്, റിവാർഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ് വന്നു കഴിഞ്ഞാൽ ഏത് മൊമെന്റിലാണ് അവർക്ക് ഒരു ഹൈ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെന്റ് വരാൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് വീക്കിലി മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും, ചിലർക്ക് ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോണിൽ വരുമ്പോഴായിരിക്കും, ചിലർക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കുറേ നേരം ആക്റ്റീവ് ആകുമ്പോഴായിരിക്കും ആ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടായിരിക്കും. മാമിൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ പഠിച്ചു പോയ ഒരു ജേണിയിൽ ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? എനിക്ക് ഒരു പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നെന്ന് തോന്നിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? ഷെയ്ഡിങ്ങിൽ വന്ന വ്യത്യാസം. ഉം. അത് ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഉം. ഞാൻ മുമ്പ് ചെയ്തിരുന്ന ചിത്രങ്ങളും അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഷെയ്ഡിങ് എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ചെയ്യുമ്പോഴും ഞാനത് മുഴുവനായി ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഈ 21 days ചലഞ്ച് കഴിഞ്ഞപ്പോൾ അതില് നല്ലൊരു മാറ്റം എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് ആർട്ട് വർക്ക്സ് ഒന്ന് ഞാൻ നോക്കാം. എത്ര നാൾ മുമ്പ് വരയ്ക്കായിരുന്നു? കോഴ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ മുമ്പൊക്കെ ഡ്രോയിങ് ചെയ്യായിരുന്നു സ്ഥിരമായിട്ട്? സ്ഥിരമായി ചെയ്യില്ലായിരുന്നു. ഉം. വല്ലപ്പോഴും വല്ലതും കാണുമ്പോൾ നമുക്ക് വരയ്ക്കണം എന്ന് തോന്നുമ്പോ ചെയ്യും. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഉം. മുൻപ് വേറെ പഠിച്ചിട്ടുണ്ടോ? ഡ്രോയിങ് വേറെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഫസ്റ്റ് ആർട്ട് ക്ലാസ് ആണ് നമ്മളല്ലേ? അതെ. ഇതൊക്കെ കോഴ്സിൽ വന്ന സമയത്ത് അസൈൻമെന്റ് ആയിട്ട് ചെയ്തല്ലേ? ഫസ്റ്റ് അസൈൻമെന്റ്. ഫസ്റ്റ് അസൈൻമെന്റ് അല്ല, ഫസ്റ്റ് അസൈൻമെന്റ് ഒന്ന് ഷെയ്ഡിങ്ങിലായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? ഷെയ്ഡിങ്ങിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉം. ഇപ്പൊ നിലവിൽ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്ന വരയ്ക്കാനായിട്ട്? മോണോ ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട്. ഉം. പിന്നെ പെൻസിൽസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പെൻസിൽസ് ഏത് ബ്രാൻഡാ? പെൻസിൽസ് ആർട്ട് ലൈൻ. ഉം.
ഇതല്ലേ സെല്ല് ചെയ്തെന്ന് പറഞ്ഞ്? അതാണ് സെല് ചെയ്തത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് ആർട്ട് വർക്ക് സെല് ചെയ്ത എക്സ്പീരിയൻസ്? വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയായിരുന്നു ആ പ്രോസസ്സ്, എങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നു? ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു FB-ല്. അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ആലപ്പുഴ ഉണ്ടായിരുന്ന ഒരാൾ. അതങ്ങനെ ഒരു വേഗം തന്നെ സെറ്റിൽ ചെയ്തു. നന്നായിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ. കാരണം അത്രയധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓരോ ചിത്രം കഴിയുമ്പോഴും അടുത്തതിലോട്ട് ഓരോ എലമെന്റ് ആയിട്ട് ഔട്ട്ലൈൻ ആണെങ്കിലും ഷേപ്പ് ആണെങ്കിലും ഷെയ്ഡ് ആണെങ്കിലും പതിയെ 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 നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. നല്ല സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി അവസാനത്തെ ചിത്രങ്ങളൊന്ന് നോക്കാം. യെസ്, ഗുഡ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ വരയ്ക്കാനുള്ള പേടിയൊക്കെ മാറിയില്ലേ? ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും വരയ്ക്കാനുള്ള ഏത് കണ്ടാലും വരയ്ക്കാം, അങ്ങനെ ഒരു പേടിയില്ലേ അപ്പൊ. കേട്ടോ, എന്ത് ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്? എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ലെവൽസ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഡൗട്ട് നമ്മള് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓരോ പോർഷൻ അതില് നമുക്ക് അങ്ങനെ ആദ്യം ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് തോന്നുന്നോടത്തൊക്കെ ഷെയ്ഡ് ചെയ്യും, അങ്ങനെ ഞങ്ങൾ ആ പിക്ചർ കംപ്ലീറ്റ് ആക്കും. അങ്ങനെയായിരുന്നു. 21 ഡേയ്സ് ചാലഞ്ചിലാണ് ഞാൻ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയത്. മുമ്പ് സാർ പറയണ്ടായിരുന്നു, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം തൊട്ട് ഒരു ഭാഗം മാത്രം എടുത്ത് ഷെയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ, പക്ഷെ അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഇതിന് ശേഷമാണ്. ഇതിലിപ്പോ നമുക്ക് ഈ ലൈറ്റ് ആൻഡ് ഷേഡോ വരുമ്പോ വൈറ്റ്, ഇപ്പോ ഒരു ആനിമലിനൊക്കെ വരയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഹെയർസ് വരില്ലേ, അത് ഇൻഡന്റിങ് മെത്തേഡ് അല്ലാണ്ട് എങ്ങനെയാ ചെയ്തെടുക്കുക? നമുക്ക് വൈറ്റ് ഹെയർസ് ചെയ്യാനായിട്ട് 2-3 മെത്തേഡ്സ് ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഒന്ന് ഈ പറഞ്ഞ ഇൻഡന്റിങ് മെത്തേഡ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തേത് നമുക്ക് ഇറേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. മോണോസീറോ ഇറേസർ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കോഴ്സിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പെൻ പോലത്തെ ഇറേസർ, അത് യൂസ് ചെയ്ത് ഇറേസ് ചെയ്ത് വൈറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റ് ജെൽ പെൻസ് അവൈലബിൾ ആണ്, അത് വെച്ച് വൈറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ കൂടി ടൈം എടുത്ത് വരയ്ക്കുന്നവർ വൈറ്റ് ലൈൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാത്തിനും ഇതിന്റെ റിസൾട്ട് ഒന്നിനോടൊന്ന് ചെറിയ ചെറിയ വ്യത്യാസം. വൈറ്റ് ജെൽ പെൻ ആണെങ്കിൽ എല്ലാ സർഫസിന്റെ മുകളിൽ പിടിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ലേയേഴ്സ് ഒക്കെ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് വരില്ല. പിന്നെ ചെറിയൊരു ബ്ലൂയിഷ് ടിന്റ് അതിന് വരാറുണ്ട്. പിന്നെ ഇന്റന്റിങ് ആണെങ്കിൽ അറിയാലോ, ചെറിയൊരു കുഴി പോലെ ഉണ്ടാവാറുണ്ട്. ഇറേസർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര തിന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, ഇറേസറിന്റെ ടിപ്പ് പോലെ ഇരിക്കും. ഒഴിച്ചിടുന്നതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ സിറ്റുവേഷൻ നോക്കുക, ഹെയേഴ്സിന്റെ ടൈപ്പ് എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പം അതിനൊക്കെ മുമ്പ് ഈ എല്ലാ മെത്തേഡിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഓരോ മെത്തേഡിന്റെയും റിസൾട്ട് എന്ന്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കോളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇൻഡന്റിങ് മെത്തേഡ് ഉണ്ട്, വൈറ്റ് ജെൽ പെൻ ഉണ്ട്, ഇറേസർ യൂസ് ചെയ്ത് ചെയ്യാം, വൈറ്റ് ലൈൻസ് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തുകൊണ്ട് ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിറ്റുവേഷൻ പോലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് ചാർക്കോൾ പെൻസിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ, യൂസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തേ ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പൊ ഓൾറെഡി ഇത്രയും വരച്ചെത്തിയില്ലേ, ഇനി ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാം. നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷെയ്ഡ് ചെയ്യാം ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയ, ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക.
ആദ്യം ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയാസിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക, ലെയർ ബൈ ലെയർ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം പിന്നെ മിഡിൽ ടോൺ, ഏറ്റവും ലാസ്റ്റ് ലൈറ്റ് ടോൺ ചെയ്യുക. അങ്ങനെ അപ്രോച്ചിലോട്ട് മാറിക്കഴിഞ്ഞാൽ കുറെ കൂടി ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഡ്രോയിങ് പ്രോസസ്സിൽ കുറച്ചും കൂടി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പെൻസിൽ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? ആർട്ട് ലൈൻ. കുഴപ്പമില്ല. ആർട്ട് ലൈന് മുന്നോട്ട് പോകുന്ന സമയത്ത് പെൻസിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ബ്രിസ്ട്രോന്റെ ബ്രാൻഡ് പെൻസിൽ 24 പെൻസിലോ 12 പെൻസിലോ ആ സെറ്റ് അവൈലബിൾ ആണ്. ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എപ്പോഴെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ 12 സെറ്റ് ബ്രിസ്ട്രോന്റെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ് 12 പെൻസിൽസ് ഉണ്ടാവും. ആർട്ട് ലൈനേക്കാളും കുറച്ചും കൂടി ഒരുപാട് പ്രൈസ്, ഒരു 340 രൂപ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന പെൻസിൽ സെറ്റാണ്. പിന്നെ പിന്നെ എനിക്ക് നമ്മളെ ഒരു ഡൗട്ട് കൂടിയുണ്ട്. ഞാനത് ശരിക്കും വരച്ച് നമ്മൾ കാണുന്നത് പോലെയല്ല, ഫോട്ടോ എടുക്കുമ്പോ എനിക്ക് അത്രയും ഇത് കിട്ടുന്നില്ല, ആ കളർഫുൾ ആയിട്ട് കിട്ടുന്നില്ല, ഡാർക്ക്നെസ് കിട്ടുന്നില്ല. അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ശരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തെ ആദ്യം നമ്മൾ ലൈറ്റിംഗ് കൃത്യമായിട്ട് ക്രമീകരിക്കും. ഇപ്പൊ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആ ഡ്രോയിങ് ഞാൻ ഫോട്ടോ എടുക്കാന്ന് വിചാരിക്കുക, ആ പെയിന്റിങ് ഞാൻ ഫോട്ടോ എടുക്കുന്ന ഇത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആദ്യം ലൈറ്റിംഗ് ശ്രദ്ധിക്കുക. ഈ സർഫസിൽ ഈവൻലി എല്ലായിടത്തും ഒരേപോലെ ലൈറ്റ് വീഴുന്ന തരത്തിൽ ലൈറ്റ് സോഴ്സ് നമ്മൾ ക്രമീകരിക്കണം. പുറത്ത് പോയിട്ട് സൂര്യപ്രകാശം എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ബൾബൊക്കെ ആണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ ലൈറ്റ് വീഴണം. ഒരു സൈഡിൽ മാത്രം ലൈറ്റ് വീണ് ബാക്കി ഭാഗം ഷാഡോ വീഴുക, അങ്ങനത്തെ പരിപാടി പാടില്ല. ആ പേപ്പറിൽ ഈവൻ ആയിട്ട് ലൈറ്റ് വീഴും. അപ്പോൾ അത് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അങ്ങനെ അറേഞ്ച് ചെയ്യാം. ചിലപ്പോൾ ചാരി വെക്കുന്നതായിരിക്കും, ചിലപ്പോൾ നിലത്ത് വെക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് ആ സർഫസ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് മേക്ക് ഷുവർ ചെയ്യുക അതിൻ്റെ അകത്ത് ഈവൻ ആയിട്ടാണ് ലൈറ്റ് വീഴുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ക്യാമറയെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ മൊബൈൽ ക്യാമറ ഒക്കെ നന്നായിട്ട് തുടച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ മൊബൈലിൽ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ലൈൻ വരും. അത് മുകളിലോട്ടും താഴത്തോട്ടും ആക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. കണ്ടോ? ഇപ്പൊ എൻ്റെ ഫേസിൽ ഞാൻ ഇവിടെ നിന്ന് ടച്ച് ചെയ്യാണ്ടോ, എല്ലാ മൊബൈലിലും ഒരുപോലെ തന്നെ തുറക്കുന്നത്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരും, ഒരു യെല്ലോ കളർ. ഒരു മിനിറ്റ്, കണ്ടോ? ഒരു ലൈൻ വരുന്നുണ്ടോ? അത് താഴത്തോട്ട് ആയിക്കഴിഞ്ഞാൽ ഡാർക്ക്നെസ് കൂടും, മുകളിലോട്ടാണെങ്കിൽ ലൈറ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കോൺട്രാസ്റ്റ് കറക്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ടത്ര ഡാർക്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ടോ. എന്നിട്ട് നമുക്ക് ചില സമയത്ത് ഒരുപാട് ലൈറ്റ് പ്രകാശങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയി പോകും. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കുക. ഒന്നും കൂടി ഫോട്ടോ ജസ്റ്റ് ഗാലറിയിൽ പോയി നോക്കുന്ന സമയത്ത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഗാലറിയിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ബ്ലാക്കും ഇതൊക്കെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഫേക്ക് ആക്കുക എന്നുള്ളതല്ല. കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ആ ആർട്ട് വർക്ക് എന്താണോ അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോയിലും കിട്ടണം. മനസ്സിലാവുന്നുണ്ട്? എന്നാൽ മാത്രമേ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയുള്ളൂ ഇതാണ് ഇതിൻ്റെ റിയൽ പിക്ചർ. ശരിക്കും ബിഗിനേഴ്സ് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേ. ബിഗിനേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കഷ്ടപ്പെട്ട് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കും, പക്ഷേ ഫോട്ടോ മര്യാദയ്ക്ക് എടുക്കാൻ അറിയാത്ത കാരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ റിസൾട്ട് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം സർഫസിൽ ഈവൻ ആയിട്ട് ലൈറ്റ് വീഴുക. രണ്ടാമത്തെ കാര്യം ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ക്യാമറയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ കോൺട്രാസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാ സാച്ചുറേഷൻ, കളർ കറക്ഷൻ അതൊക്കെ ചെയ്യാനായിട്ട് അതൊക്കെ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം നമ്മുടെ പെയിന്റിങ് പോലെ തന്നെ എഡിറ്റ് ചെയ്ത് ഔട്ട് കിട്ടുന്നത് പെയിന്റിങ് പോലെ തന്നെ വേണം. മാറ്റങ്ങൾ വരാൻ പാടില്ല. എന്നാൽ മാത്രമേ ഒരാൾ ആർട്ട് വർക്ക് അന്വേഷിച്ച് നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് അത് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തെ ഇപ്പോൾ ഓൾറെഡി ഒരു ലെവൽ എത്തി, വരച്ച് നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ ട്രൈ ചെയ്തു. ഇനി റെഫറൻസ് ഇമേജ് എടുക്കുന്ന സമയത്ത് ഫോട്ടോസ് സെലക്ട് ചെയ്യണം നല്ലതായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്, കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ചിത്രങ്ങൾ. എന്നിട്ട് ടൈം കൂട്ടുക. ഒരു ചിത്രം വരയ്ക്കാനായിട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം ശരിക്കും ഒരുപാട് ചിത്രങ്ങൾ കുറച്ച് ടൈം കൊണ്ട് തന്നെ നല്ലൊരു നമ്പർ ഓഫ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. ക്വാണ്ടിറ്റിയിൽ ഫോക്കസിൻ്റെ ടൈം കഴിഞ്ഞ അടുത്ത സ്റ്റൈലിലോട്ട് നമ്മൾ പോവാണ്. ഇനി ക്വാളിറ്റി. ഇനി റെഫറൻസ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അത് നല്ല രീതിയിൽ പഠിച്ച് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. അത് നോക്കി നല്ല വലിയ ചിത്രങ്ങൾ A3 സൈസിലൊക്കെ കുറെ കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പതിയെ ഇപ്പം ഞാൻ ഈ ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്ത പോലെ തന്നെ
പതിയെ 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 എഫേർട്ട് എടുത്ത് ഓരോ മെത്തേഡും കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഒരുപാട് ലേണിംഗ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. സോ അതിൻ്റെ ഇപ്പം മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ആർട്ടിൽ എന്താ ഗോൾ? അടുത്തൊരു 1 ഇയറിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ ആർട്ട് ഫീൽഡിൽ? എനിക്ക് ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എത്ര മന്ത്ലി എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ആഗ്രഹം? മന്ത്ലി ഒരു 20 ഒക്കെ മതി. ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ മാസം ഒരു 20,000 ഇൻകം നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് ബിസിനസ് ചെയ്യാണല്ലോ. ബിസിനസ് ചെയ്യുന്ന നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ ആണ് മനസ്സിലുള്ള ഒരു എമൗണ്ട് ഉള്ളത്? ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോ സാമ്പത്തികം ശരിയല്ല അവസ്ഥയാണ്. അതുകൊണ്ട് അത് എനിക്കിപ്പോ പറ്റില്ല. ഓക്കെ, അതിൽ ഞാൻ ചെറിയൊരു ക്ലാരിറ്റി തരാം. നമുക്കൊരു ഇൻകം വരണമെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ടൈം ആയിട്ടാണെങ്കിലും ചിലപ്പോൾ എമൗണ്ട് ആയിട്ടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ പെയിന്റിങ് ചെറുതായിട്ട് സെല് ചെയ്ത് കൊടുക്കാം, കമ്മീഷൻ വർക്ക് ചെയ്യാം. മെയിനായിട്ടും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ മാക്സിമം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പെയിന്റ് ചെയ്യുന്ന റീൽ ഇട്ടപ്പോൾ തന്നെ ഒരാൾ ചോദിച്ചു വന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ പെയിന്റിങ് സെല്ലായിപ്പോൾ ഇനിയും അതൊരു നല്ലൊരു സിഗ്നലാണ്. ഇനിയും അത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ പതിയെ 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 നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതേപോലെ തന്നെ അനൗൺസ് ചെയ്യുക, ഞാൻ ആർട്ട് വർക്ക് സെല് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പോസ്റ്റുകളൊക്കെ ഇടുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അത് റീച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും മുന്നോട്ട് പോവാം. ഞാൻ എൻ്റെ ചെയ്തോട്ടെ, കണ്ടിന്യൂ ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.